ഗൈസ് ഇന്ന് നമ്മൾ ആക്കിബിന് 2 വയസ്സ് ആവുമ്പം വൈറ്റമിൻ എ 6 മാസം കൊടുക്കണമല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ ഹോസ്പിറ്റലിൽ വന്നേക്കാം കേട്ടോ. ആൾ വൈറ്റമിൻ എ കുടിച്ച് മൊത്തം തുപ്പി കളഞ്ഞിട്ട് വണ്ടിയുടെ ഉള്ളിൽ വെയിറ്റ് ചെയ്തിരിക്കണം. ഉമ്മ ആശുപത്രി ഉമ്മക്ക് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. വൈറ്റമിൻ എ ആയതുകൊണ്ട് വേഗം കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതേ ബേബിക്ക് ചൂടെടുത്തപ്പോൾ അതേ ഇക്കാക്ക് വന്ന് അവനൊന്ന് പുന്നാരിക്കേട്ടോ. അവനിങ്ങനെ ചിനം കണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ഞങ്ങൾ കയറില്ല. ഉമ്മാനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ പോകണം. വീട്ടിൽ ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ ഗ്യാസ് ഗോഡൗണിൽ ചെന്നെടുക്കാം. അപ്പോൾ ഉമ്മാനോട് ഇറക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് കളമശ്ശേരിയിലാട്ടോ ഞങ്ങളുടെ ഗ്യാസിൻ്റെ ഇത്. അപ്പോൾ കളമശ്ശേരി പോവേണ്ട സ്കൂൾ വിടുന്ന സമയത്തേക്കും നമ്മൾ കളമശ്ശേരിയിൽ എത്തിയത്. പെരുമ്പാവൂർ അവിടെ വരെ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു സ്കൂൾ വരുന്ന സമയം കൊണ്ട്. അങ്ങനെ ഗോഡൗണിൽ പോയി. ഇപ്പോൾ അവർ പറഞ്ഞു ഗോഡൗണിൽ നിന്ന് എടുക്കണമെങ്കിൽ 6 മണിക്ക് വേണം. ഇപ്പോൾ സപ്ലൈ ഇവിടെ മണ്ണിൽമുക്കിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ 10 മിനിറ്റിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷേ 1.5 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റാക്കി ഗൈസ്. ഞാനിരുന്ന് പോസ്റ്റായി. ബേബിയാണെങ്കിൽ ചൂടെടുത്ത് അവരെ ഞാൻ മടിയിൽ നിന്ന് കിടത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ ആക്കിയപ്പോൾ നേരെ വാപ്പിയുടെ അടുത്ത് പോയി അവിടെ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞാവൽപ്പഴം ഇല്ലേ, ഞാവൽപ്പഴം വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആ കാണുന്ന കൂടെ വിട്ടുന്നില്ലേ, അതിൻ്റെ മദ്രസയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ മഹലാണ്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ കാത്തൊരു 1.5 മണിക്കൂർ അവിടെ പോസ്റ്റായി. ഒന്നാമത്തെ ചൂട് മഴയുണ്ടെങ്കിലും ഒരു വൈകിട്ടൊക്കെ ആ സമയത്ത് നല്ല ചൂടായിരുന്നു. പിന്നെ പിള്ളേർ 2 പേരും കൂടെ കൊള്ളായിരുന്നുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഞാവൽപ്പഴക്കടയിൽ ഇങ്ങനെ ഞാവൽപ്പഴം വാങ്ങാൻ വരുന്നുണ്ട്. ഞാൻ വില ചോദിച്ചപ്പോൾ 1 കിലോ 100 രൂപ കേട്ടോ. പിന്നെ വാങ്ങിച്ചില്ല. അതുകൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചായ എളുപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ അയക്കക്കട വീടെടുക്കണപ്പോഴേ വേഗം ഇങ്ങനെ മാറ്റിയതാണ്. അവന്മാരിത് 2 പേരും കൂടെ കളിയൊക്കെ തുടങ്ങി. അങ്ങനെ അത് വീടൊക്കെ ആകാലോ പോലെ കിടക്കിയിരുന്നു. അതൊക്കെ ക്ലീനാക്കി കുളിച്ച് ബേബി കിടന്നുറങ്ങിയപ്പോഴത്തേക്കും ഞാനും ആക്കിയപ്പോൾ വാപ്പിയും കൂടെ മീൻ വാങ്ങാൻ വേണ്ടി പോയി രാത്രി കറിക്ക്. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടി പോയി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. വൈകിട്ടായപ്പോഴേക്കും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് മഴയത്ത് ഞാൻ ശരിക്കും പോകണില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊക്കെ പറഞ്ഞു വാ അവിടെ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ആക്കിപ്പം വന്നോന്ന് പറഞ്ഞപ്പം പിന്നെ ആക്കിപ്പിനെ കൊണ്ട് തന്നെ വണ്ടി ഓടിക്കും ആൾ. പക്ഷെ മഴയൊക്കെ കാരണം എനിക്കൊരു പേടി. അപ്പം ഞാനും പോയി കൂടാം. അങ്ങനെ അതേ കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചാളയാണ് വാങ്ങിച്ചത്. കാരണം ഇറച്ചിയുണ്ട് പെരുന്നാളിൻ്റെ. പക്ഷെ അപ്പം എന്നും ഇറച്ചി വിടുമ്പോൾ നമുക്കൊരു മട്ടിപ്പായിരിക്കുമല്ലോ. പിന്നെ അതല്ല ആക്കിപ്പോൾ പറയണ്ടായിരുന്നു ഉമ്മി ഇവൻ ചാളേനുള്ള മാത്രമേ പറയുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വന്നു. അതേ മീൻ മുളകിട്ട് കറി വെച്ചു. രണ്ട് കഷ്ണം പൊരിച്ചിട്ടാ. അയില ഉണ്ടായിരുന്നേ. അപ്പം അതിൽ ആക്കി പിന്നെ ഒരു കഷ്ണം പൊരിച്ചു. ഇക്കാക്ക് ഒരു കഷ്ണം കൂടെ പൊരിച്ചു. പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, പിന്നെ വരാം.